Hey guys, welcome back to VTalks. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് സ്മോൾ മീഡിയം ബിഗ് ചാലഞ്ച്. ഗൈസ് സ്മോൾ മീഡിയം ബിഗ് ഫുഡ് ചലഞ്ച് ആണ്. സോ ഇന്ന് നമ്മൾ 3 പേരേ ഉള്ളൂ. ജക്ടർ മെമ്മി പറന്നു. പിന്നെ കുറച്ച് ദിവസം എന്നെ കാണാതെ കമന്റ് ബോക്സിലൊക്കെ ഭയങ്കര അടിയായിരുന്നു. ഞാൻ എവിടെന്നൊക്കെ ചോദിച്ചിട്ടേ ആര് കുറെ പേര് ഉണ്ടല്ലോ കമന്റ് ഇട്ടായിരുന്നല്ലേ. ഓ നന്നായി, അവരില്ലാതെ നന്നായി. ഇപ്പൊ കാണാൻ രസമുണ്ട്. അവരില്ലാത്തതുകൊണ്ട് കാണാൻ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് ജക്ടർ മെമ്മി കൊണ്ടുപോകും. ജക്ടർ മെമ്മീനെ മിസ് ചെയ്യും നിങ്ങൾ. സോ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ 3 പേരേ ഉള്ളൂ. ആൻഡ് പുതിയ ക്രിയേറ്റർ എന്താണ് ഓൺ ദ വേ ആണല്ലേ? ആണോ ആവും ഏതൊരു ക്രിയേറ്റർ വരുന്നുണ്ടേ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ബ്രോ ഫസ്റ്റ് എടുക്കും ബ്രോ. ഓക്കെ, ഞാൻ തന്നെ എടുത്തേക്കാം. കമാ ടേക്ക് ഇറ്റ്. ബിഗ് ഞാനല്ലോ ഇറങ്ങണ്ടേ? മീഡിയം. ബ്രോ തുറന്നോ? ആ എന്നാ പിന്നെ സ്മോൾ. ഗൈസ്, അപ്പോൾ എന്തായാലും ഫുഡ് ആയിട്ട് വരട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വന്നിട്ടുണ്ട് സ്മോൾ മീഡിയം ബിഗ്. സ്മോൾ ആണെങ്കിലും ഓറിയോ കൊള്ളാം. അത് ഗുഡേ ഇല്ല. നല്ല ഓറിയോ ആണെങ്കിൽ സ്മോൾ അല്ലേ ഇത്? അത് 10 രൂപയുടെ സാധനമല്ലേ? ഇത് 20 രൂപയുടെ സാധനം. പക്ഷേ ഓറിയോ സീനല്ലേ ബ്രോ? എന്താ ബ്രോ ബ്രോ അതിലൊക്കെ ബ്രോ? ആ ഇതിനകത്ത് ക്യാഷിനായിട്ട് ഉണ്ടേ. അതിനകത്തുണ്ട് എന്തെങ്കിലും ക്രീമുണ്ട്. ക്രീം. അത് എന്നാ ക്രീം? അതൊന്നും പറയാനില്ല ബ്രോ. അതിലെ കൂട്ടുന്നില്ല. അതാ നമ്മള് കാറ്റഗറിയിലെ കൂട്ടുന്നില്ല. ഇങ്ങനെ നക്കി തിന്നാൻ പറ്റുമോ ബ്രോ? ഇല്ലല്ലേ? നക്കിക്കോ നീ നക്ക. തുറക്കാം, അടയ്ക്കാം, കഴിക്കാം. എന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ഏതാ പറയുമ്പോ, എന്റെ ഫേവറേറ്റ് മറ്റേ പണ്ട് ടൈഗർ ആയിരുന്നു. പണ്ട് ചായക്കകത്ത് മുക്കിയിട്ടുണ്ടല്ലോ ടൈഗർ കഴിക്കണം. അന്നൊന്നും ആ പരസ്യം ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ല. മിണ്ടായിടാ നീ അവിടെ തന്നെ വീട്ടിൽ നിന്ന്. ഏത് വീട്ടിൽ നിന്ന് തന്നെ? ആ പാലക്കാടിന്നല്ലേ തന്നെ. അപ്പൊ ആടച്ചിരി ചിരിക്കട്ടെ, വായുള്ളൊരു ചിരിക്കും. ഓർമ്മ. സോ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്കാലോ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത് ഇതിനെന്താണ്? ഇത് മറ്റേ നോയ്സി കൊംബൂച്ച. നോയ്സിന്റെ കൊംബൂച്ച പൈനാപ്പിൾ ആൻഡ് ഇതെന്നതാ പെപ്സി. ഇത് ഹെൽത്തി സാധനമാണേ. മറ്റേ സീറോ ഷുഗർ അല്ലല്ലോ. അയ്യോ, ഇത് എക്സ്ട്രാ ഫിസ്. സോറി, സീറോ ഷുഗർ അല്ലല്ലോ, എക്സ്ട്രാ ഫിസ് ആണ്. ആൻഡ് ബിഗിൽ വന്നിരിക്കുന്നത് ഫിസ് ആണ്. ഫിസ്, ഹാപ്പി ഫിസ്. എന്താ കൊമ്പൂച്ച അതൊക്കെ അടിച്ചോണ്ടല്ലോ ഇങ്ങനെ കിറുങ്ങാം. പിന്നെ അതിനകത്തുള്ള നാച്ചുറൽ ഫ്ലേവേഴ്സ്. പിന്നെ മറ്റേ പൈനാപ്പിൾ പിഴിഞ്ഞു വെച്ചാ അതൊക്കെ മറ്റേ ഭായിമാര് പിഴിഞ്ഞു വെച്ചായിരിക്കും ഈ കൈ കൊണ്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ബ്രോ. അത് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കൊണ്ട് തരുന്ന്. ആ പിന്നെ ഒന്ന് പോയ ബ്രോ ആർട്ടിഫിഷ്യൽ. പിന്നെ ഇവര് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ഒരു കേസും കൊടുത്തല്ലോ. നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഫ്ലേവേഴ്സ് എന്ന് വെച്ചാ ഫ്ലേവറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാ എന്താണ്? ആർട്ടിഫിഷ്യൽ അത് കൊള്ളാം കേട്ടാ. ഒരു സംഭവത്തിനെ റെപ്ലിക്കേറ്റ് ചെയ്തിരുന്നു കെമിക്കലൊക്കെ വെച്ചിട്ട്. കെമിക്കൽ വെച്ചിട്ട്. അപ്പൊ ഇതിനകത്ത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. യൂസ് ചെയ്തിട്ട് നാച്ചുറൽ കളർ. ഞാൻ ഒരു കാര്യം പറ്റേ ബ്രോ, ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന എങ്ങനെയാ? പ്യൂരിഫയർ വെച്ചിട്ട്. അതിനകത്ത് ഇങ്ങനെ കെമിക്കൽ ഇല്ലേ? ഇല്ല. എനിക്കറിഞ്ഞൂടല്ലോ. പറയണ്ടേ. അപ്പൊ നമുക്ക് എടുക്കാം. എന്താ എടുക്കണ്ടേ? ഇത് ബിഗ് ആയിരിക്കും കേട്ടാ. ബിഗാ? ബിഗ് ഇട്ട് കാര്യമില്ല. എന്നാ തുറക്കണേന്നാ? ഫൗളാണ്. അത് അങ്ങനെ പിന്നെ ഞാൻ മണ്ടറാന്ന് വിചാരിച്ചത്. ഇങ്ങനെ നോക്കി പിന്നെ അറിയത്തില്ല. തുറക്ക്. ഇനി അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫൗളാണ് കേട്ടാ. കണ്ടല്ലോ ബിഗ് ആണെന്നുള്ളത്. ഇനിയിപ്പോ എന്താ താളം?
അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് വൈദ്യൻ കൽപ്പിച്ചത് യോഗിച്ചിച്ചത്. അത് കറക്റ്റ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ guys, എനിക്ക് ഈ ദിവ്യ ദൃഷ്ടിയൊക്കെ ഉള്ള ആളാണ്. എന്നാ ദിവ്യ ദൃഷ്ടി? കബഡി ഒന്നും ഇങ്ങനെ കമത്തണ്ട. കബഡി അല്ല കബഡി. അതന്നെ ആ സാധനം എനിക്ക് ഇങ്ങനെ കമത്തി എനിക്ക് ഇങ്ങനെ കബഡി കബഡി ആ സാധനം ആയിക്കോട്ടെ. ആ സാധനം ഒന്നും കമത്താതെ എനിക്ക് ദിവ്യ ബ്രോ ഒരു സാധനം ഇതിനകത്ത് ഇടാണ്ട് ഇടാവോ? സോ ഗൈസ്, അപ്പോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ബിഗ് ആൻഡ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് മീഡിയം. സോറി ഗൈസ്, എന്റെ പല്ല് ബ്രോക്ക് ഇതൊക്കെ അറിയാലോ. ബ്രോയ്ക്ക് എന്താ ഒന്നും അറിയാത്ത മറ്റേ പിന്നെ അങ്ങ് അറിയാത്ത പോലെ ബ്രോ ഇത് പല്ല് പൊടിയും. ഇയാൾ ഇങ്ങനെയുള്ളത് തുറക്കാണ്. അപ്പൊ എന്റെ പല്ല് പൊടിഞ്ഞു. ബ്രോ എനിക്ക് കിട്ടത്തില്ല. തുറക്ക് ബ്രോ. ഞാൻ ട്രൈ ചെയ്ത് തരാം. ട്രൈ ചെയ്യും. സൈഡിലത്തെ കല്ലേച്ചേ പയ്യെ പയ്യെ. നീ ചെറുപ്പമല്ലേ, അതാകുമ്പോ നിന്റെ പല്ല് നല്ല അല്ല മണ്ട, ഇങ്ങനെ നല്ല ചെയ്യണ്ട. പിടിച്ച ഇയാൾ കിട്ടും വേണ്ട. അതൊക്കെ അത്രേ ഉള്ളു. പല്ല് വല്ല ഇരിക്കണ്ട. കൊറേ പൊട്ടിച്ചിട്ടുണ്ടല്ലേ. എവിടെ നീ കള്ളത്തരം പറയണേ? ഓ ഇത് എക്സ്ട്രാ ഫീസ് ആണ് കേട്ടോ. ഇതൊക്കെ പൊട്ടി തെറിയും കേട്ടോ. ഇതൊക്കെ മാറി വന്നാ അയ്യേ മറ്റേ 90s കോമഡി. എന്താണ് ബ്രോ, കൊള്ളില്ലല്ലേ? എനിക്കറിയാതെ കൊള്ളത്തില്ല. നമ്മൾ ഇന്നലെ വാങ്ങിച്ചു കുടിച്ചില്ലേ ഇത്? അത് ഇതല്ലല്ലോ, അതിതാ കുപ്പി. അതന്നെയല്ലേ ഞാൻ കുടിച്ചായിരുന്നു. എനിക്കിഷ്ടമില്ല. ഇഷ്ടമായില്ലല്ലേ? എനിക്കിഷ്ടമില്ല. അത് കൊള്ളത്തില്ല. കൊള്ളത്തില്ല അറിയത്തില്ലേ? അതെ, അതിനല്ലേ മോഹൻ പേടിക്കല്ലേ. ഇഷ്ടപ്പെട്ട് ഭയങ്കര ടേസ്റ്റ് അല്ലേ? സ്മോളായിട്ട് തനിക്കുണ്ടല്ലോ അങ്ങ് തരാം. കണ്ട ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ. ന്യൂട്രീഷൻ എനർജി ഉണ്ട് 19 കലോറീസ്. പ്രോട്ടീൻ 0. കാണിച്ചേ. കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഒന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്നാ? കാർബോഹൈഡ്രേറ്റ് എന്താ? കാർബ്, ഷുഗർ. 5 ഗ്രാം ഷുഗർ. ഇതൊക്കെ വിഷമാ ബ്രോ. ബ്രോ പിന്നെ അതെന്നാ ഞാൻ ഇത് നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല. വിഷം കുടിച്ചിട്ട് ഇതിന് വിഷമാണ്. അങ്ങനെ ഞാൻ കാര്യം പറ്റേ. എല്ലാ വിഷമല്ലേ ബ്രോ? എല്ലാ വിഷമാണ്. എല്ലാം വിഷമാണ് ബ്രോ. നമ്മളെല്ലാം കഴിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. ഉണ്ടാവും. അതെ, ചിലപ്പോ മനുഷ്യന്റെ രൂപത്തിലും വരും വിഷം. അതെ അതെ. ഈ 2 മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിട്ടേ. നീ കണ്ണാടി പോയി നോക്കിയാലും മതി, അതുപോലെ ഇരിക്കും. ഇനിയിപ്പോ എല്ലാരും എനിക്ക് എതിരായിരിക്കും ഗൈസ്. അതെന്താ? അന്ന് നിനക്ക് എതിരാണ്. ഇപ്പൊ എല്ലാവരും എന്നോട് ഭയങ്കര എന്നെ എല്ലാരും ചതിക്കുക ഗൈസ്. ആർക്കും സ്നേഹമില്ല. നിന്നെ ആര് സ്നേഹിക്കാനാണ്? ദിവസം നിങ്ങൾ സ്നേഹിക്കുന്ന എനിക്കറിയാം. പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പണിത് കൊടുക്കുക. ഒരു സാധനം ബിൽഡ് ചെയ്ത് പറ്റണ്ടേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കണ്ടുപിടിച്ചില്ലേ? ഇല്ല കണ്ടുപിടിച്ചില്ല. സോ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ തേർഡ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത് ചിപ്സ് ആണ്. പക്ഷെ ഇതിനകത്തൊരു വേറൊരു കുഴപ്പമുണ്ട്. കുഴപ്പമില്ല, ആക്ച്വലി ഇത് 20 രൂപയുടെ സാധനമാണ്. പക്ഷെ ഇതുണ്ടല്ലോ 55 രൂപയുടെ സാധനം. ഇതിലുള്ള ഏറ്റവും കൂടുതൽ പൈസ ഇതിനകത്ത് സ്മോൾ കിട്ടുന്ന ആൾക്ക് അടിപൊളിയായിരിക്കും. പ്ലാസ്റ്റിക്കിനാണോ പൈസ എടുത്തത്? നല്ലൊരു ഇതുണ്ടല്ലേ ഇത്. ഓക്കെ, ഇത് എന്നാന്നുണ്ടോ വെജി ചിപ്സ് ആണ്. വെജി ചിപ്സ് ഫ്രീ കുക്കീസാ. ഇത് എന്റെ ആണ് കേട്ടാ. ഇത് കിട്ടുന്ന ആൾക്ക് സ്മോൾ കിട്ടുന്ന ആൾക്ക് അത് സ്കാൻ ചെയ്യാം. ബ്രോ ഞാൻ വേട്ടെ. ഇനി ആളല്ലേ ബ്രോ ഗസ് ചെയ്തിട്ട് ബ്രോ. ബ്രോയ്ക്ക് എന്ത് കിട്ടും? എനിക്ക് വലുത് കിട്ടും. ബിഗ്. എനിക്ക് കൊറിയൻ കരകരയല്ല, കരാരേന്ന് എഴുതിയാണ്. അത് 2M. അത് 2M. എനിക്ക് ഇതല്ലെങ്കിൽ ഇത് ഏത് കിട്ടിയാലും ഞാൻ ഹാപ്പി. പക്ഷെ എനിക്ക് ഇതാണ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് ടോപ്പ് പ്രയോറിറ്റി ഇത്, സെക്കൻഡ് പ്രയോറിറ്റി അത്, എനിക്ക് കിട്ടണമെന്നാണ്. പക്ഷെ എനിക്ക് മീഡിയം കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഗസ് ചെയ്തു. അതെ അതെ. ബ്രോ ഏതാണ് ഗസ് ചെയ്യുന്നത്? ബ്രോ ബിഗ് ആണെന്ന് പറഞ്ഞു. ബ്രോ അപ്പൊ എന്താ? ഞാൻ എന്താ എനിക്ക് പിന്നെ നമുക്ക് എടുക്കണ്ടപ്പാ അങ്ങോട്ട്. ഞാനല്ല ബ്രോ അല്ലേ. എന്താ എനിക്ക് എടുക്കാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ തുറക്കാൻ പാടില്ല. ബ്രോ തുറക്ക. എന്റെ ട്രിക്ക് നടന്നു. അയ്യോ തൽക്കാല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഇത് 2M.
എനിക്കിത് ഇഷ്ടമാട്ടാ guys. നീ പറയാതെ അല്ലല്ലോ ഇതിനു മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ. 2 ഇതാ അല്ല വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ട ബ്രോ. അവിടെ ഇങ്ങനെ വെറുതെ പറയാൻ പാടില്ല. ഇനി ജസ്റ്റിനെ റീപോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? കൺവിൻസ് ചെയ്യും. ഞാൻ വളർന്നു വരും. ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടല്ലോ ബ്രോ. ചോദിക്കുമ്പോഴേ ഇതെല്ലാം ഒന്ന് തിരുത്തണ്ടേ? ഇതെന്താ പക്കോടെ അഞ്ചേ അത് പീസ് അഞ്ചേ എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാല്ലേ? ഇത് ഇത് പക്കോട. ഉമ്മേ ഭയങ്കര ചില്ലി. അമൃതല്ല ഭയങ്കര ഹോട്ട് ആൻഡ് സ്പൈസി. അത് ഹോട്ട് ആൻഡ് സ്പൈസി തന്നെ. നോ പാം ഓയിൽ. ഓ ഹെൽത്തി ഹെൽത്തി. ഇല്ലാതുണ്ടല്ലോ. ഇതിനകത്ത് മൈനേസും ഉണ്ട്. ഇവിടെ മൈനസ് ഫോട്ടോ അല്ലേ? ഹോട്ടലും അതല്ല, ഇത് മിക്സഡാണ്. മൈനസ് മിക്സഡാണ്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? അത് ചുമ്മാ അത് കൊള്ളത്തില്ലാന്ന് എനിക്കറിയാം കേട്ടാ. ഒരുമാതിരി ഗ്രീൻ ചട്നി പക്കോടയാണോ അത്? ബ്രോയോട് ഈ പക്ക വട എന്നാ പറയാ. ബ്രോനെ അവിടെ ഉണ്ട് പക്ക പൊക്കവട എന്നാ പറയാ. പൊക്കോടയാ? പക്കോട. പൊക്കവട പൊക്കോട. പൊക്കവട എന്നാ പറയാ. നിങ്ങളുടെ അവിടെ എന്താ പറയണ പക്കോടയ്ക്ക്? അവിടെ ഇതെങ്ങനെയായിരിക്കും പല സ്ഥലത്ത് പല പേര് പറഞ്ഞത്? അത് അവര് വിളിക്കുന്നുണ്ട്. അല്ല എല്ലാ മലയാളികളല്ലേ? എല്ലാ മലയാളികൾക്കും അവിടെ ഇവിടെ ആയിട്ട് അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അതെ അവരൊരു പേരെ കിട്ടും. പക്ഷെ എന്നാലും പക്കവട പൊക്കോട എന്താ പറയാ, അതെങ്ങനെ അറിയാം? ഇപ്പൊ ഇരിക്കുന്ന ഒരു നമ്മൾ എന്തോരം വീഡിയോസ് കണ്ടിട്ടുണ്ട്. മറ്റേ ഏറ്റവും ബാക്കി നിൽക്കുന്നവൻ പറഞ്ഞ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്കും മാറൂലേ? അതുപോലെ ഇവിടുന്ന് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ അറ്റം വരെ എത്തിയപ്പോഴത്തേക്കും മാറി. സംഭവം ഇങ്ങനെ ആയിരിക്കില്ലേ? ചിലപ്പോ അറിയുന്നുണ്ടേ. നമ്മൾ പക്കോട കഴിച്ചോണ്ടിരിക്കുക, അതെന്നെ സാധനം എന്ന് ചോദിച്ചാൽ അപ്പൊ ഇങ്ങനെ കണ്ടു, ഓ ഇതാണല്ലേ. അപ്പൊ അവന്റെ മനസ്സിൽ ചിലപ്പോ പൊക്കോടാന്നായിരിക്കും കേട്ടത്. അവിടെ പറയും അങ്ങനെ സ്പ്രെഡ് ആയതായിരിക്കും. അപ്പൊ അവനാണ് കൊണ്ടുപോയിട്ട് മറ്റേ അമേരിക്കയിലൊക്കെ ചട്നി എന്ന് പറയുന്നു, ഇവിടെ എത്തുമ്പോ ചമ്മന്തി എന്ന് പറയുന്നു. ഇത് വേറെ സംഭവം ഉണ്ടാവും. ഇത് ചിലപ്പോ ഡിഫറെന്റ് ആയിട്ട് അവര് അവതരിപ്പിച്ചതായിരിക്കും. ഇപ്പൊ ആ ഒരാള് തിരുവനന്തപുരത്തുകാരനാണ് ഈ സാധനം ഇറക്കിയത്, പക്കവട. ഓക്കെ, കാസർഗോഡ് കിടക്കുന്ന ആള് തിരുവനന്തപുരത്ത് വന്നപ്പോ പക്കവട ഉണ്ട്. അത് അവിടുന്ന് കുറെ ബൾക്കായിട്ട് മേടിച്ചു. ഇത് അവന്റെ നാട്ടിൽ അറിയത്തില്ല. അപ്പൊ അവന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവനാണെങ്കിൽ അവന്റെ ഇതിൽ അവനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമായിട്ട് രീതിയിൽ പൊക്കോടയാണ് ഈ സാധനം പറഞ്ഞു. മനസ്സിലാക്കുക കുറച്ച് ആൾക്കാർ. എങ്ങനെ മനസ്സിലാക്കാൻ? അവർക്ക് തമ്മിൽ കണക്ഷൻസ് ഒന്നും ഇല്ലല്ലോ, അന്ന് ഫോണൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അയാള് ട്രാവൽ ചെയ്ത പോലെ മറ്റൊരു ട്രാവൽ ചെയ്ത അവർക്ക് വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഉള്ളൂ. ആ സമയത്ത് ബിസിനസ് അടിപൊളിയായിരുന്നല്ലേ? ആ സമയത്ത് നമ്മുടെ അപ്പൂപ്പന്മാര് ബിസിനസ് നല്ല ബിസിനസ് ആയിരിക്കും. നമുക്കൊന്നും ഇവന്റെ ഒപ്പം ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെ അപ്പൂപ്പന്മാരുടെ സമയത്തൊക്കെ ഉണ്ടല്ലോ, പക്ഷേ കുറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് മേടിക്കായിരുന്നു. അതെ, കുറെ വാങ്ങാൻ നമുക്കാണെങ്കിൽ വേണേ കാടി കയറി കാടൊക്കെ വെട്ടിന്ന് പറയാം. അങ്ങനെയായിരുന്നു നമ്മുടെ അപ്പൂപ്പന്മാരുടെ സമയത്ത്. ആക്ച്വലി ഈ കൃഷിയൊക്കെ ചെയ്യുന്നവിടെ അങ്ങനെ ഈ നോക്കാനൊക്കെ വിടില്ലേ, അവരൊക്കെ കുറെ സമയം കഴിഞ്ഞപ്പോ ആ നോക്കുന്നവർക്കായി ആ സ്ഥലമൊക്കെ. അതേപോലെ തന്നെ ഈ കാടിക്ക് അങ്ങനെയാണ് ഈ അപ്പനപ്പൂപ്പന്മാർക്ക് ഇങ്ങനെ കുറെ സ്ഥലമായത്. കുറെ സ്ഥലങ്ങളവിടെ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം കാട് വെട്ടിത്തെളിച്ചുണ്ടാക്കിയ. നമ്മൾ 2 ജനറേഷൻ മുമ്പ് ആണ് ഈ ഭൂമിയിൽ ഇങ്ങനെ സ്ഥലമൊക്കെ അവരെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവന്റെ ഒപ്പം ഇരിക്കൂലായിരുന്നു. ബ്രോയോടൊപ്പം ഇരിക്കുന്നവരില്ലല്ലോ. ഇല്ല, അന്ന് ബ്രോനെ പറയാ പാർസൽ അങ്ങനെ നമ്മുടെ 4th ആൻഡ് ഫൈനൽ റൗണ്ടിൽ എത്തിയപ്പോൾ നമ്മുടെ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ സ്മോളിൽ വന്നിരിക്കുന്നത് ക്രീം ബൺ ആൻഡ് മീഡിയത്തിൽ നോർമൽ ബൺ ആൻഡ് ഇതിനകത്ത് വന്നിരിക്കുന്നത് റാപ്പിഡ് ബൂസ്റ്റർ. സോ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് സ്മോൾ കിട്ടിയാലും പിന്നെ ആ ക്രീമെങ്കിലും നക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മീഡിയം കിട്ടിയ ഷോക. പിന്നെ കിട്ടിയാണ്ടല്ലോ ആണോ? ഉറപ്പാണോ? ഉറപ്പിക്കാവോ? എന്നത് ഞാനങ്ങ് എടുത്തോട്ടെ. നല്ല എടുക്കണ്ടേ? പേരുമാറോ? ഞാൻ വിളിക്കണ്ടില്ല. എന്നെ നോക്കിട്ട് നോക്കിയൊക്കെ എടുക്കുന്ന കടയുടെ മേലെ ക്രീം നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തിനു പറഞ്ഞു ബ്രോ? ബ്രോ എനിക്ക് ദിവ്യദൃഷ്ടി ഉണ്ട് ബ്രോ. ഞാൻ മനസ്സിലായി, ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണെടുത്ത് തിന്നണം.
ബ്രോ ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം അത് കഴിക്കുന്നേ. ഫുഡ് ചലഞ്ചാന്ന് പറഞ്ഞൊന്നും കഴിക്കായിരുന്ന ഞാൻ. ഓണായില്ലേ ഇതെന്താ മഞ്ഞ ക്രീം? സീനാണല്ലേ എടുക്കാൻ. കൊള്ളാം കേട്ടോ. കൊള്ളാമോ? ഇന്ന് എടുക്കാന്ന് അറിഞ്ഞൂടല്ലേ? പാലക്കാട് പോയി ഞാൻ കൊണ്ടുതരാം. ഞാൻ പൊട്ടിക്കാം. നീ തൊട്ട് നോക്കി എടുത്തതാ അല്ലെങ്കിൽ എനിക്ക് കടിക്കടാ. ആപ്പിൾ ബൂസ്റ്ററാന്ന് പറഞ്ഞ് കഴിക്കാം. ഞാൻ എന്ത് പോസ്റ്റ് വിചാരിച്ച് കഴിക്കുന്നു. അത് അല്ലല്ലോ, അത് വല്ല അതിപ്പോ എന്നാ വിചാരിക്കാൻ പറ്റിയത്? കാര്യമായിട്ട് എന്തെങ്കിലും വിചാരിച്ചോ? വല്ല ബിരിയാണിയാണോ മന്തിയാണോ അങ്ങനെ വിചാരിച്ചേ? അല്ലെങ്കിൽ ചിക്കൻ പീസ് എന്ന് വിചാരിച്ചോ? ഒരു ചിക്കൻ പീസ്, ഒരു കടി അടിച്ച ചിക്കൻ്റെ കാല് ലെഗ്. കാണാൻ പറ്റാ ഒരു പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, നാക്കിൽ വെക്കുന്നേ. അത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇത് കേട്ടാ. അതെ, ആ സാധനം ഒരു ടെക്നോളജിക്കൽ സാധനമാണ്. നമ്മളെ നാക്കി വെച്ചിട്ട് നമ്മൾ ഫോണിൽ ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോണിൽ ഏത് ഫുഡിന്റെ ടേസ്റ്റ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കഴിച്ചാലും മാറും. സെൻസ് ചെയ്യാൻ പറ്റും. എന്ത് ഫുഡ് കഴിച്ചാലും നമ്മൾ മറ്റേ ഫോണിൽ സെലക്ട് ചെയ്യുന്ന ആ ഫുഡിന്റെ ഇതാവും, അതിന്റെ ടേസ്റ്റ് നമുക്ക് കഴിക്കുന്നു. കുറുക്കുറ കഴിച്ചാൽ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പറയുന്നത് മറ്റേ ഡയറ്റ് ഫുഡ് ഉണ്ടല്ലോ, പച്ചക്കറി സാധനങ്ങൾ, അത് നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടല്ലേ അല്ലേ? അത് കഴിക്കുന്ന സമയത്ത് ഇത് ടേസ്റ്റ് ഇത് വെച്ചിട്ട് മറ്റേ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിട്ട് കഴിക്കാം, മന്തി ആയിട്ട് കഴിക്കാം. നീ ഓരോന്ന് കഴിച്ചിട്ട് അതേപോലത്തെ തന്നെ അതിലും നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ടേസ്റ്റ് ബഡ്സ് കഴിച്ചു പോയിരിക്കും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ. ടേസ്റ്റ് ബഡ്സ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അഡിക്റ്റഡ് ആവും. ഈ സാധനത്തില് ഈ സാധനം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂലല്ലോ. ടേസ്റ്റ് ബഡ്സ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ടേസ്റ്റ് ബഡ്സ് ഇല്ലല്ലോ. ശരിയാണല്ലോ. അല്ല അപ്പൊ അതിന് വേണ്ടിട്ട് പുതിയ സാധനം കണ്ടുപിടിക്കേണ്ടി വരും. അതിനുവേണ്ടി പുതിയ സാധനം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ടേസ്റ്റ് ബഡ്സ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് സാധനം ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് കണ്ടുപിടിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. എനിക്ക് ഇച്ചിരി പരിപാടിയുണ്ടേ, ഞാൻ പോയിട്ട് വരാവേ. എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടോ? ഇല്ലല്ലേ? കണ്ടാ മനസ്സിലാവൂലേ? ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സിഗരറ്റാ. ഇനി ചിലപ്പോ ഞാൻ അത് ഉപയോഗിച്ചാലോ അല്ലേ? സിഗരറ്റാ, ഇതൊന്നും പറയാൻ പാടില്ല. സീക്രട്ടാ തോട്ടം അതാ എക്സ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ഇതിന്റെ സീക്രട്ട് അതിങ്ങനെ ഒളിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ എന്നെ ചെയ്യാൻ നീ എന്നാ ചെയ്യും? ഏലത്തോട്ടം എന്ന് പറഞ്ഞാൽ നീ എവിടെ പോയി ഏലത്തോട്ടം മേടിക്കും? നീ ഇല്ലല്ലോ. ഏലം വന്നിട്ട് കക്കോ നീ? ഇല്ലല്ലോ. അത് ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞല്ലേ, ആരും കണ്ണു വെക്കണ്ടെന്ന് വിചാരിച്ചേ. ഇപ്പൊ എന്റെ ഏലക്കൊക്കെ വാടിപ്പോയല്ല. How is that is flop idea bro? ബ്രോ ഞാനൊരു കാര്യം പറ്റേ, ഏലക്കൊക്കെ എന്നെ വിലയാന്നറിയാമോ? എന്നാ വില എന്നെ കിലോയ്ക്കാ? നീ എവിടെ നീ 600 ഏല ഒന്ന് മേടിച്ചേ? പറഞ്ഞേ, നീ ഒന്ന് പറഞ്ഞേ. ഏലക്ക് 600 നീ മേടിക്കുന്ന കടയെന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്ര വില? എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കണം? 1 കിലോ 600 രൂപ. മൂക്കില് മണക്കാനാ ഏലക്കയാ? ആ പോള മണ്ടാന്ന്. ഏലക്കൊക്കെ മിക്ക ഫുഡിലും നമ്മൾ യൂസ് ചെയ്യുന്നില്ലടാ. അല്ല, അതിന്റെ ടേസ്റ്റിന് കൂടെ വേണ്ടിട്ടാ. പിന്നെ സ്മെല്ലിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമ്മളത്. ഈ ഫുഡ് എന്തിനാ കഴിക്കുന്നത്? സ്മെല്ലിന് വേണ്ടിട്ടാ? നീ ഇപ്പൊ എന്താ പറഞ്ഞ ഏലക്ക സ്മെല്ലിന് വേണ്ടിട്ടുള്ള സാധനം പറഞ്ഞു. ഫുഡ് എന്തിനു വേണ്ടിട്ടുള്ളതാ? ടേസ്റ്റിന് വേണ്ടിട്ട്, സ്മെല്ലിന് വേണ്ടിട്ടാണോ? വിശപ്പിന് വേണ്ടിട്ടല്ലേ അത്? ആ ഇല്ലേ? അപ്പൊ ഇതിന് പല യൂസുകളുണ്ട്. പിന്നെ തിന്നുന്നവരും ഉണ്ടല്ലോ. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ നീ എത്ര ബിഗ് കിട്ടിയോ നിനക്ക്? എനിക്ക് ഒരു ബിഗ് അല്ലേ? ബിഗ് ഒന്നും കിട്ടിയില്ലല്ലേ? എല്ലാം സ്മോളാ? അങ്ങനെ വരില്ലല്ലോ. എനിക്കൊന്നും ബിഗ് കിട്ടിയില്ലല്ലോ. ഏതാ ആദ്യത്തെ ബിഗ് കിട്ടിയില്ലേ? നിനക്കപ്പോ 3 ബിഗ് കിട്ടിയാ? നിനക്ക് ഏതൊക്കെ ബിഗ് കിട്ടിയ? കുറുക്കുറ ഇത്, പിന്നെ കുറുക്കുറ കിട്ടി, ഇത് കിട്ടി, ബോട്ടിൽ കിട്ടി. 3 കിട്ടിന്ന് പറയട്ടെ. 2 പറഞ്ഞ എന്തിനാ? ഫിഷ്. 3 കിട്ടിയില്ല നിനക്കപ്പോ? 3 നീ 2 പറഞ്ഞേ. അല്ല 3 തലയട്ടെ. കടയാടി വേണ വേണ്ടാട്ടാ. ഇനിയിപ്പോ ചലഞ്ച് ഞാൻ എടുക്കുമല്ലോ.
ബ്രോയ്ക്ക് ഒരു എതിരാളിയല്ലേ ഞാന്. അല്ല ഇതിപ്പോ മറ്റേ ഭാഗ്യത്തിന്റെ കളികളല്ലേ, മറ്റേ ബ്രോ, ക്വിസ് കോമ്പറ്റീഷൻ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കണ്ടല്ലോ. പിന്നെ നോക്ക് ബ്രോ കേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഓഡിയൻസ് വെറുതെ ഇരിക്കാ. മറ്റേ ഞാനാട്ടെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എതിരാളി എന്ന് വെച്ചാൽ ജക്ടർ മൈമി ആയിരുന്നു. പക്ഷേ ഇപ്പൊ നിന്നെയൊക്കെ ഞാൻ എന്തെങ്കിലും എതിരാളിയായിട്ട് പോലും കണ്ടല്ല. നിങ്ങളെ കണ്ടല്ലോ അടിച്ചുറക്കാം പറയുന്നത്. ഞാൻ ഒരു കാര്യം അതിന് നീ വല്ല PSC ക്ലാസ്സിലും പോകണം. PSC ക്ലാസ് പോയി 2 കൊല്ലം നീ പഠിക്കണം. എടുക്കുന്നുണ്ടല്ലേ ഡെയിലി കോളിലാണ് അതോ ഡെയിലി വിളിക്കാനെ. എന്നിട്ട് എനിക്ക് പറയാ നീ ഇങ്ങനെയൊക്കെ ആക്കിയാൽ നീ കൊമ്പന് തോൽപ്പിക്കാനായിരിക്കും. ഓഡിയൻസ് ഫുള്ള് പോയ സ്ഥിതിക്ക് അവര് ആലോചിക്കും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ പോലെ ഇനി ആരെ സപ്പോർട്ട് ഉണ്ട്. മനസ്സിലായോ? അമ്മ ഉണ്ട് കേട്ടാ. അത് ഒന്നുകൊണ്ട് പേടിക്കണ്ടേ. എല്ലാത്തിനും അജയ് തന്നെ കേട്ടാ. ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത് പഠിക്കണ സാമ്രാജ്യം ഞാൻ നല്ല പോലെ തോന്നും. പക്ഷെ ജക്ടറിന്റെ തന്നെ കിട്ടുള്ളൂ. പക്ഷെ ഏതൊക്കെ അത് കിട്ടൂല കേട്ടാ. അതെ അത് ഞാൻ സമ്മതിക്കുന്നു. ബാഹുബലിയുടെ മോൻ അമരേന്ദ്ര ബാഹുബലി ഇല്ലേ, മോനാ നീ മോനെ സമ്മതിച്ചാ ഒറ്റയ്ക്ക് വഴി വിട്ടാടാ, ഒറ്റയ്ക്ക് വഴി വിട്ടാ വഴി വിട്ടു വന്നോ? ഒറ്റയ്ക്ക് വിട്ട് വന്നാണ്, വഴി വെട്ടി വിട്ട് വന്നതാ അങ്ങനെ. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.